തീർച്ചയായും ഞാനല്ല പ്രധാനം, ദൈവം തന്നെയാണ് പ്രധാനം. എൻ്റെ ആലോചനകളല്ല ദൈവത്തിൻ്റെ ആലോചനകൾ, എൻ്റെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ആലോചനകൾ എന്നുള്ള വിചാരത്തോടെ ഈ വർഷത്തെ കൺവെൻഷൻ ദൈവദർശനത്തിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജിയോ വർഗീസ് അച്ഛനെ നിങ്ങളെല്ലാവർക്കും വേണ്ടി വളരെ വിനയത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. അഭിവന്യ കുര്യക്കൗസ് മോർ യൂസേബിയസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ടിജു അച്ഛൻ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യം തന്നെ ഇത്തരത്തിൽ ഈ നിനുവേ കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം വരുവാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തക്കോണം ലഭ്യമായി തീർന്ന ഈ വലിയ അവസരത്തെ, ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. അഭിവന്യ പിതാവ് പറഞ്ഞ നല്ല വാക്കുകൾക്കായിട്ട് ഒത്തിരിയധികം നന്ദി കരയറ്റുകയാണ്. എന്നാൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയവും പേടിയും തീർച്ചയായിട്ടുമുണ്ട്. ഈ കൺവെൻഷൻ എന്നും എൻ്റെ ഓർമ്മയിൽ കാണും. കാരണം ആദ്യമായിട്ടാണ് മാർത്തോമാ സഭയിൽ നിന്നും മാറി വേറെ ഒരു സഭയിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. യൂത്തിൻ്റെ പല പരിപാടികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ആദ്യമായിട്ടാണ് ഒരു ക്ഷണം ലഭിക്കുകയും അത്തരത്തിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുവാൻ ഇടയായി തീരുകയും ചെയ്തത്. അഭിമന്യ പിതാവ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്നും. അത് വളരെയധികം അത്യാവശ്യമാണ്. അഭിമന്യ തിരുമേനി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്നത് ഗുജറാത്തിലാണ്, ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നാൽ കൂട്ടിച്ചേർത്തു മലയാളം അറിയാം എന്ന്. എന്നാൽ മലയാളം അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സെമിനാരിൽ പഠിക്കാൻ ചെന്ന് കഴിയുമ്പോഴാണ് മലയാളം പഠിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നത്. ഇന്നും എനിക്ക് വായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ എഴുതുന്നത് എനിക്ക് മാത്രമേ വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മലയാളം എത്രത്തോളം കട്ടിയുള്ള ഭാഷയാണ് എന്ന് സെമിനാരിൽ ചെന്ന് കഴിഞ്ഞാണ് മനസ്സിലായത്. ഒത്തിരിയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരിയധികം പാടുപെട്ടിട്ടുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഇന്ത്യയിൽ നാട്ടിലല്ലാതെ വെളിനാട്ടിൽ ജനിച്ചു വളരുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും വളരെ നല്ലതായിട്ട് മലയാളം പറയുന്നു, വേദപുസ്തകം വായിക്കുന്നു. കാരണം ഇവിടെ ചില സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒത്തിരി അബദ്ധങ്ങൾ എൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച ഹിന്ദി, ഗുജറാത്തി ഭാഷയിൽ മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഹിന്ദിയിൽ ലോ എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. എന്നാൽ മലയാളത്തിൽ ലോ ഉണ്ട്, ളോ ഉണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമേ ഇവരെ കാത്തു കൊള്ളണമേക്ക് പകരം കൊല്ലണമേ ആയിപ്പോവും. അങ്ങനെ ആയിപ്പോയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രായമുള്ള അപ്പച്ചനമ്മച്ചിമാർ നമ്മുടെ പ്രയാസം അറിഞ്ഞ് അവർ അതിനെയൊക്കെയും മനസ്സിലാക്കി ഒത്തിരി തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഞാൻ അച്ഛനാകുന്നതിന് മുമ്പേ ട്രിവാൻഡ്രത്ത് പരുത്തിപ്പാന പള്ളിയിൽ ഒരു VBSന് ഞാൻ പോവുകയുണ്ടായി. സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മലയാളം ഞാൻ വായിക്കാൻ നല്ലതായിട്ട് അങ്ങോട്ട് പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ അന്നത്തെ ഞായറാഴ്ച പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞു. അന്നത്തെ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായമായിരുന്നു. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് ഒരു രംഗമുണ്ട്. കർത്താവ് വരുമ്പോൾ പത്രോസ് കർത്താവ് ആകുന്നു എന്നറിയുമ്പോൾ പെട്ടെന്ന് കടലിലേക്ക് എടുത്തു ചാടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, താൻ നഗ്നനാകിയാൽ പത്രോസ് കടലിൽ എടുത്ത് ചാടി. ആ വേദഭാഗം ഞാൻ വായിച്ച സമയത്ത് പെട്ടെന്ന് വായിക്കുകയായിരുന്നു. ആളുകൾ അറിയാൻ പാടില്ല, എനിക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് നിർത്താതെ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ ഞാൻ വായിച്ചു, ഞാൻ നഗ്നനാകിയാൽ പത്രോസ് കടലിൽ എടുത്ത് ചാടി. എന്നാൽ ആരും അറിഞ്ഞില്ല. പ്രസംഗമെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തീർന്നു. VBSൻ്റെ സമാപനത്തിൻ്റെ 2 ദിവസം മുൻപേ ഒരു പിക്നിക് ഉണ്ടായിരുന്നു. അപ്പോൾ പിക്നിക്കിൽ ഞങ്ങൾ ബസ്സിലെല്ലാം യാത്ര ചെയ്യുകയാണ്.
യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് കൈകൊട്ടിയിട്ട് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജിജോ സാറിനോട് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ശരിയായ ചോദ്യമായിരിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സാറ് എനിക്കൊരു ചോദ്യമുണ്ട്. സാർ നഗ്നനായതുകൊണ്ട് പത്രോസ് എന്തിനാണ് കടലിൽ എടുത്തു ചാടിയത്? എന്തിന് ഞാനിത് ഇന്നിവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ ഒരു പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ ഇന്നും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുണ മാത്രമാണ്, എൻ്റെ അമ്മയുടെ വലിയ പ്രാർത്ഥന മാത്രമാണ് ഇതുപോലെ നിൽക്കുവാനും നിങ്ങളോട് സംസാരിപ്പാനും തക്കോണം ഇടയായിത്തീരുന്നത് മറ്റൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും അധികമായി പ്രാർത്ഥിക്കണമേ. വചനം ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നെ ഈ വചനം നമുക്ക് ഓരോരുത്തർക്കും വിളമ്പി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായമാണ് ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാമത്തെ അധ്യായം. കഥ നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് 28 വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. എന്നാൽ ചില വാക്യങ്ങൾ ആമുഖമായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. എൽക്കാനായിക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേര്. പെനീനായിക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. 6-ാമത്തെ വാക്യം. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 15-ാമത്തെ വാക്യം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. 17-ാമത്തെ വാക്യം. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. 26 മുതലുള്ള വാക്യങ്ങളുടെ അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദ്യനായി ഇരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവായ ദൈവമേ, വചനത്തിൻ്റെ മുൻപാകെ ഈ വർഷക്കാലം വീണ്ടും കൺവെൻഷനായി ഞങ്ങൾക്ക് കൂടി വരുവാത്തക്കോണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തിനും ഈ നല്ല സമയത്തിനുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവേ, നീ ഞങ്ങളോട് പ്രവർത്തിക്കണമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. വ്യത്യസ്ത ജീവിത അനുഭവത്തിൽ നിന്നുള്ളവരാകുന്നു ഞങ്ങൾ. വ്യത്യസ്ത ജീവിത സാഹചര്യത്തിലാകുന്നു ഞങ്ങൾ ഓരോരുത്തരും. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ ഇന്നൊരുമിച്ച് ഇവിടെ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വചനത്തെ നീ അവിടുന്ന് വിളമ്പി തരണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ നീ അവിടുന്ന് അറിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. കർത്താവെ, നീ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ കർത്താവെ, മുൻപോട്ട് ഞങ്ങൾ എങ്ങനെയാണ് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വചന ശുശ്രൂഷയ്ക്കായിട്ടിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അടിയനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ബലഹീനതകളും കുറവുകളും എല്ലാം കർത്താവെ നീ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. കുറവുകളെയൊക്കെയും കർത്താവെ നികത്തുന്ന നാഥൻ്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ നിന്റെ ശബ്ദം കേട്ടു എന്നിവിടെ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് മടങ്ങിപ്പോകുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കോണം ഇന്നത്തെ ഈ ദിവസം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ആൻ ലാമന്റ് എന്ന് പറയുന്ന എഴുത്തുകാരിയെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അവരുടെ പുസ്തകം എന്നെനിക്ക് അറിയത്തില്ല. എന്നാൽ ഒത്തിരി സുന്ദരമായ പുസ്തകങ്ങൾ ആൻ ലാമന്റ് എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ നോവലിസ്റ്റാണ്, നല്ലൊരു പബ്ലിക് സ്പീക്കറാണ്, നല്ലൊരു ഓഥറാണ്. ആൻ ലാമന്റ് എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ബ്യൂട്ടിഫുൾ പുസ്തകമാണ്
ട്രാവലിംഗ് മെർസീസ് എന്ന് പറയുന്ന പുസ്തകം. ട്രാവലിംഗ് മെർസീസ്. ഈ പുസ്തകം പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് ആൻഡ് ലാമറ്റ് പറയുന്നത് 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് താൻ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിത അനുഭവത്തിലും ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിത യാത്രയിലും ചെയ്യേണ്ടതായിട്ടുള്ള 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ. ഒന്ന്, ആൻഡ് ലാമറ്റ് പറയുന്നു, one of the prayers should be help me, help me, help me. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രാർത്ഥന. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ആൻഡ് ലാമറ്റ് പറയുന്നത് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ the next prayer that we need to pray is thank you, thank you, thank you. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഒന്ന്, ഹെൽപ്പ് മീ, ദൈവമേ എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ കടന്നു പോകുന്നതായിട്ടുള്ള വിഷമകരമായ ജീവിത സാഹചര്യങ്ങളിൽ നീ അല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കുവാൻ തക്കോണം സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. എന്നാൽ ഈ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നിർത്തല്ല. കാരണം ഇങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആൻഡ് ലാമറ്റ് പറയുന്നത് തീർച്ചയായിട്ടും നന്ദി, നന്ദി, നന്ദി എന്ന് പറയുവാൻ തക്കോണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഹി വിൽ ഇന്റർഫിയർ ഇൻ അവർ ലൈഫ്. 1999 ആൻഡ് ലാമറ്റ് ട്രാവലിംഗ് മെർസീസ് എന്ന പുസ്തകം എഴുതുന്നത്. എന്നാൽ 2012 ആൻഡ് ലാമറ്റ് വീണ്ടും ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹെൽപ്പ്, താങ്ക്സ്, വാവ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഹെൽപ്പ്, താങ്ക്സ്, വാവ്. ആൻഡ് ലാമറ്റ് പറയുന്നത് എൻ്റെ ഈ ഒരു 10-11 വർഷക്കാലത്തെ ജീവിത യാത്രയിൽ അന്ന് ഞാൻ പറഞ്ഞു 2 പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഇവിടെ എൻ്റെ ഒരു 10-12 വർഷക്കാലത്തെ ജീവിത അനുഭവത്തിൽ കൂടെ ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ദീസ് 2 prayers that we need to pray, പക്ഷെങ്കിൽ 3 പ്രാർത്ഥനകൾ. ദാറ്റ് ഇസ് ഹൗ അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി. ഹെൽപ്പ്, താങ്ക്സ്, വാവ്. ഹെൽപ്പ് എന്താണ്? ആസ്കിങ് ഫോർ അസിസ്റ്റൻസ് ഫ്രം എ ഹയർ പവർ. ജീവിതത്തിൽ എല്ലാം എനിക്ക് ചെയ്യുവാൻ തക്കോണം സാധ്യമായി തീരത്തില്ല. എന്നാൽ എല്ലാം എനിക്ക് ചെയ്യാൻ സാധ്യമായി തീരാത്തപ്പോൾ എല്ലാം എനിക്ക് ചെയ്യുവാൻ തക്കോണം ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് യാചിക്കുക. ദാറ്റ് ഇസ് ഹെൽപ്പ്. വാട്ട് ഇസ് താങ്ക്സ്? അപ്രീഷിയേറ്റിംഗ് വാട്ട് വി ഹാവ്, ദാറ്റ് ഇസ് ഗുഡ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തോ ഉണ്ടോ ആ ഉള്ളതിനെ ഓർത്ത് നന്ദി കരയറ്റുവാൻ, സ്തോത്രം കരയറ്റുവാൻ ഇടയായി തീരേണ്ടതായിട്ടുള്ള നിമിഷം. അഭിവന്ദ്യ തിരുമേനി പറഞ്ഞു, ആയിരിക്കുന്ന നിമിഷങ്ങളിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. സന്തോഷമുള്ളവരായിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നന്ദി എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ദൈവം എന്നെ എങ്ങനെ ആക്കിയിരിക്കുന്നോ അതിൽ ഐ എം ഹാപ്പി ആൻഡ് ഐ ഗേവ് താങ്ക്സ്. എന്നാൽ മൂന്നാമത് ആൻഡ് ലാമറ്റ് പറയുകയാണ്, a new prayer that I learned and that is wow. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചതായിട്ടുള്ള അനുഭവങ്ങളിൽ ദൈവം സന്നിധിയിൽ നന്ദിയുള്ളവനായി നിന്നപ്പോൾ വാവ് എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാത്ത കോണം സാധ്യമായി തീർന്നില്ല. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നിങ്ങളോടൊപ്പം ഈ സന്ധ്യയെ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രഷർ. ഏതൊരു വ്യക്തിയും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രഷറിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. 2, ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് പ്രയർ. പ്രാർത്ഥന ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. 3, പ്രൈസ്, സ്തോത്രം, സ്തുതി നമ്മുടെ നാവിൽ നിന്ന് എങ്ങനെ വരണം. ഈ ധ്യാനം ഓർത്തിരിക്കാനാണ് എല്ലാ വാക്കുകളും തുടങ്ങുന്നത് പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. പ്രഷർ, പ്രയർ ആൻഡ് പ്രൈസ്. ഞാൻ ഛത്തർപൂരിൽ മധ്യപ്രദേശിൽ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 1 മാസക്കാലം ഛത്തർപൂർ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ എന്നെ വിട്ടായിരുന്നു. അവിടെ ഡോക്ടർമാരോടൊപ്പം നഴ്സുമാരോടൊപ്പം ശുശ്രൂഷയിൽ അവരെ ഒക്കെയും സഹായിച്ച് ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. അവിടെ ഡോക്ടർ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ആള് അവിടുത്തെ ഒരു പ്രധാന ഡോക്ടറാണ്. അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ചാപ്ലൻസിയുടെ റോളും നിവർത്തിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ കണ്ട ഒരു ചെറിയ ഒരു 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 എന്താ പറയുന്നത് ഒരു പോസ്റ്റർ വാൾ ഹാങ്ങിങ്. അതെന്നെ ഒത്തിരി ആകർഷിച്ചു. അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇഫ് യു ഹാവ് ട്രബിൾസ് കം ഇൻ ആൻഡ് ടെൽ മീ ഓൾ അബൌട്ട് ദെം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അകത്തേക്ക് വരിക, നിങ്ങൾ എന്നോട് അത് പൂർണ്ണമായിട്ട് പറയുക. എന്നാൽ അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇഫ് യു ഡോണ്ട് ഹാവ് ട്രബിൾസ് കം ഇൻ ആൻഡ് ടെൽ മീ ഹൗ ഡിഡ് യു ഡു ഇറ്റ്. എന്നാൽ നിങ്ങൾക്ക് വേദനയില്ല, പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല, എന്നാലും നിങ്ങൾ അകത്തോട്ട് വരണം. കാരണം അങ്ങനത്തെ ഒരാളിനെ ഞാൻ കാണുവാൻ, ഞാൻ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നീ എങ്ങനെയാണ് ഈ ലോകത്തിൽ പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ നിനക്ക് ജീവിക്കുവാൻ തക്കോണം സാധ്യമായി തീരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. There is a Chinese proverb which says, a gem is not polished without rubbing, nor a man made better without trials. ഒരു രക്തം അത് ഏറ്റവും മനോഹരമായി തീരണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പോളിഷ് ചെയ്തെങ്കിൽ മാത്രമേ ആ രത്നം ഏറ്റവും മനോഹരമായി തീരാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും വ്യാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഇഫ് ഹി ഹാസ് ടു ബി ബെറ്റർ, ജീവിതത്തിൽ ചില വേദനകളും ചില ട്രയൽസിൽ കൂടെ പോകുമ്പോൾ മാത്രമേ സാധ്യമായി തീരത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള കൊച്ചു കുഞ്ഞു തൊട്ട് ഏറ്റവും വലിയ ആളുകൾ, we all have our own share of trouble. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ടെൻഷൻ, നമുക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള മകൻ്റെ ഈ അടുത്ത നാളത്തെ ജീവിതം ഞാൻ കാണുമ്പോൾ ഭയങ്കര സംഘർഷമാണ് അവന്, ഭയങ്കര പ്രയാസമാണ് അവന്. വെള്ളി ശനി ഞായർ ഷാർജ സ്കൂളിലായതുകൊണ്ട് വെള്ളി ശനി ഞായർ എന്ന് പറയുന്നത് അവധിയാണ്. എന്നാൽ ഈ വെള്ളി ശനി ഞായർ എന്ന് പറയുന്ന ദിവസം അവധി ആയതുകൊണ്ട് തന്നെ പണ്ട് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഹോംവർക്കുകളാണ് ഇപ്പോൾ ടീച്ചർമാർ നൽകുന്നത്. അതുകൊണ്ട് അവധി എന്ന് പറയുന്നത് അവനിപ്പോൾ സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമല്ല. ഞാൻ ചിന്തിക്കും എനിക്കുള്ള പ്രശ്നമാണ് ഏറ്റവും വലിയതെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ, ഈ തിങ്കളാഴ്ച അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അറബിയുടെയും സോഷ്യൽ സ്റ്റഡീസിൻ്റെയും മാത്സിൻ്റെയും പരീക്ഷയുണ്ട്. എന്നാൽ നാളെ കഴിഞ്ഞും ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല, പരിപാടിയോട് പരിപാടിയാണ്. ദാറ്റ് ഇസ് ഹിസ് ട്രബിൾ, ഹിസ് ടെൻഷൻ. What I'm trying to say, irrespective of age, ഏതൊരു പ്രായം, ഈ ലോകത്തിലേക്ക് ജനിച്ച് വീഴുന്ന കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം, each and everyone we go through certain trials and difficulties in our life. ഹന്ന കടന്നുപോയ പ്രശ്നം എന്തായിരുന്നു? What was the pressure that she went through in her life is something that we need to look at. There was pressure outside and there was pressure inside. ഹന്നയുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഹന്നയുടെ പ്രഷർ വീട്ടിനുള്ളിൽ മാത്രമല്ല, വീട്ടിൻ്റെ വെളിയിലും പ്രഷർ ഉണ്ടായിരുന്നു, വീട്ടിൻ്റെ അകത്തും പ്രശ്നമുണ്ടായിരുന്നു. വാട്ട് വാസ് ദ പ്രഷർ ഔട്ട്സൈഡ്? ഹന്ന എന്ന് പറയുന്ന പേര് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കൂടി ഓടുന്നത് എന്ന് പറയുന്നത് ദൈവം അവളുടെ ഉദരം അടച്ചിരുന്നു. ഒരു കുഞ്ഞിനെ കാണുവാത്ത കോണമുള്ള ഒരു ഭാഗ്യം ഹന്നയ്ക്ക് ഇല്ലായിരുന്നു. ആ ചിത്രമാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഹന്ന ജീവിച്ചിരുന്ന സാഹചര്യത്തിലെ അവിടുത്തെ പ്രഷർ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞ് റൂത്തിന്റെ പുസ്തകം കഴിയുമ്പോഴാണ് ശമൂവേലിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ 21-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ the condition of the nation is being represented there. എന്തായിരുന്നു അന്നത്തെ ആ ദേശത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്നു. ഡ്യൂറിംഗ് ദോസ് ഡേയ്സ് there were no king in Israel. രാജാവില്ലാത്ത ഒരു ദേശം, ഭരണം നടത്തുവാൻ തക്കോണം, ഗവർണൻസ് നടത്തുവാൻ തക്കോണം ആളില്ലാത്തതായിട്ടുള്ള ഒരു ദേശം. നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ രാജ്യം ഒരു നല്ല ഭരണാധികാരി ഉള്ളത് കൊണ്ടാണ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത്. ഈ അടുത്ത ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു.
ആ വീഡിയോ 31-ാം തീയതി നടന്ന ഫയർ വർക്കിൻ്റെ വീഡിയോ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ പവർ ഓഫ് ദുബായ് പോലീസ് എന്നാണ് അതിൻ്റെ അകത്ത് താഴെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് പവർ ഓഫ് ദുബായ് പോലീസ്? അപ്പോൾ ഞാനത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ജനസമൂഹം നിൽക്കുകയാണ് ഈ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. ഒറ്റ ഒരു പോലീസിൻ്റെ വണ്ടി ലൈറ്റ് കത്തിച്ച് അവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ഒരൊറ്റയാൾ പോലും ആ പറഞ്ഞിരിക്കുന്ന വരയ്ക്ക് അപ്പുറം വരുന്നില്ല. ഭയങ്കര ജനസമൂഹമാണ്. ഒരൊറ്റയാൾ പോലും ഒറ്റയൊരു പോലീസിന്റെ വണ്ടി ലൈറ്റ് ഇട്ട് മാത്രം അവിടെ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ദേശത്ത് നടന്നിരുന്നെങ്കിൽ 10,000 കണക്കിനുള്ള പോലീസുകാർ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന ആളുകളെ നിയന്ത്രിക്കുവാൻ തക്കോണം സാധ്യമായി തീരത്തില്ല. എന്നാൽ ഒരു ദേശത്ത് രാജാവില്ലാത്തതായിട്ടുള്ള ഒരു കണ്ടീഷൻ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ആ ദേശത്തിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്ന്. എന്നാൽ രാജാവില്ലായിരുന്നു എന്ന് മാത്രമല്ലായിരുന്നു ആ ദേശത്തിന്റെ പ്രശ്നം. When you look at the condition of the people, there was pressure for the people who believed in God. ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആളുകളും ഒരു പ്രഷറായിരുന്നു. കാരണം 21-25 2-ാം ഭാഗം പറയുന്നത് ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. People did what was right in their own eyes. ഒരു ക്രിസ്ത്യാനിയായി എവിടെ ജീവിച്ചാലും പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യാനിയായി എവിടെ ജീവിച്ചാലും അവിടെ ഒരു സംഘർഷമാണ്. കാരണം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ പീപ്പിൾ ഡു വാട്ട് ഇസ് റൈറ്റ് ഇൻ ദെയർ ഐസ്. ഒന്നും ഇന്ന് തെറ്റല്ല. എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിന് ഒരു ശരിയുണ്ട്. ഇന്നൊരു പക്ഷെങ്കിൽ പല ക്രിസ്തീയ സമൂഹം പോലും പണ്ട് തെറ്റ് എന്ന് കരുതിയിരുന്ന പലതിനെയും ഇത് ശരി എന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ we need to understand the pressure that goes on. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചത് ബറോഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഞാനല്ലാതെ വേറൊരാൾ പോലും ക്രിസ്ത്യാനിയായി എൻ്റെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. 33 പിള്ളേരുള്ള ആ ക്ലാസ്സിൽ I was the only one who was a Christian. അതുകൊണ്ട് തന്നെ the pressure that I went through when I studied there was much more than the people who were there in my church. They studied in a Christian school. ഒരു ക്രിസ്തീയ സ്കൂളിൽ എന്നോടൊപ്പം എൻ്റെ പള്ളിയിൽ ഉണ്ടായിരുന്ന കൂട്ടുകാർ പഠിച്ചതിനേക്കാളും കൂടുതൽ പ്രഷറിലായിരുന്നു ഞാൻ. കാരണം അവിടെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പക്ഷെങ്കിൽ ചെയ്യുവാത്ത കോണം ഞാൻ കണ്ടീഷൻഡ് ആയിരുന്നു. ഹന്ന ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ she was going through a tremendous pressure outside as a family. എന്നാൽ അവിടെ കാണുന്നു എൽക്കാന നിരന്തരം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. The condition of the nation without king, the condition of the people, they did what was pleasing in their eyes. ഇതാണ് ഹന്നയുടെ വീടിന്റെ വെളിയിലുള്ള യാഥാർത്ഥ്യം. എന്നാൽ ഹന്നയുടെ വീടിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം, the pressure that is inside, നമ്മൾ നോക്കുമ്പോൾ ഈ ഹന്നയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഇപ്രകാരം പറയാനായിട്ട് സാധ്യമായി തീരും. It was a family of dysfunctional relationship. എന്നാൽ ഹന്നയുടെ എൽക്കാനയുടെ കുടുംബം മാത്രമല്ല ഡിസ്ഫങ്ഷണൽ. എന്താണ് ഡിസ്ഫങ്ഷണൽ? കലഹങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത്തരത്തിലെ കോൺഫ്ലിക്റ്റ് ഒത്തിരിയധികം ഉള്ള കുടുംബങ്ങളെയാണ് ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും there are lots of conflict. ഞാൻ ഇടപെടുന്നത് കുഞ്ഞുങ്ങളും യുവാക്കളും യങ് ഫാമിലീസിനെയാണ് കൂടുതലും എൻ്റെ ഇടപെടൽ എല്ലാം. എന്നാൽ ഒത്തിരിയധികം ഭവനങ്ങളിൽ മക്കളും അപ്പനും തമ്മിൽ സംസാരിച്ചിട്ട് നാളുകളായി. They stay in the same family. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയ അഭിപ്രായ വ്യത്യാസമാണ്. അവൻ ഇന്ന് കോളേജിൽ കഴിഞ്ഞു, അവൻ ഇന്ന് ജോലിയുമായി, പക്ഷേ അപ്പനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഒരു ഫാമിലിയിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഡിസ്ഫങ്ഷനാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു ഭർത്താവും 2 ഭാര്യമാരും. ഒരു ഭാര്യയെ തന്നെ മേയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ 2 ഭാര്യമാർ മാത്രമേ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ.
പക്ഷെ ഈ രണ്ട് ഭാര്യമാരുടെ കൂടെ വരുന്നവരുണ്ട്, കൂടെ വരുന്ന നാത്തൂന്മാരുണ്ട്, കൂടെ വരുന്ന ആങ്ങളമാരുണ്ട്, കൂടെ വരുന്ന അമ്മായിയമ്മയുണ്ട്, കൂടെ വരുന്ന അമ്മായിയപ്പനുണ്ട്. അതിൻ്റെ ഒന്നും പ്രഷർ ഇവിടെ പറയാനുള്ള സമയവും അതിനുള്ള ഒരു സന്ദർഭം ഇല്ലാത്തത് കൊണ്ടായിരിക്കും പറയാനത്. എന്നാൽ ഈ രണ്ടുപേര്, there is a dysfunctionality in this family. ഈ ഡിസ്ഫങ്ഷനാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ there is a great pressure that she is in. ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു സംഘർഷത്തിലാണ് ഈ പറയുന്നതായിട്ടുള്ള ഹന്ന ജീവിക്കുന്നത്. ഒന്ന്, ഡിസ്ഫങ്ഷനാലിറ്റി ഇൻ ദ ഫാമിലി. രണ്ടാമത്തെ പ്രഷർ എന്ന് പറയുന്നത് a disability in her womb. ഇല്ലേ, ഒരു ബലഹീനത, ഒരു കുറവ് അവളുടെ ജീവിതത്തിലുണ്ട്. വേദപുസ്തകം പറയുന്നത് വളരെ, ചിലപ്പോൾ നമുക്ക് അത് വായിക്കുമ്പോൾ വിഷമം തോന്നും. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പൻ. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റാത്തത് ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ കുഴപ്പമല്ല. This was a disability that she was blessed with by God. എന്നാൽ ഇന്നും അന്നും ഇന്നത്തേക്കാൾ എത്ര അധികം ദൈവം എനിക്ക് നൽകിയ ഒരു ഡിസബിലിറ്റിയാണ്, ദൈവം എനിക്ക് നൽകിയ ഒരു ബലഹീനതയാണ്, ദൈവം എനിക്ക് നൽകിയ ഒരു കുറവാണ് എന്ന് വളരെയധികം സമൂഹം അവളുടെ മുൻപിൽ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം. In those days it was a displeasure. ചില ബലഹീനതകൾ നമുക്കില്ലേ, ചില ഡിസബിലിറ്റീസ് നമുക്കില്ലേ? ജോലി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്ത്, നമ്മുടെ കുടുംബത്ത് തന്നെ ദൈവം നൽകിയിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ലോകം ഇന്ന് എപ്പോഴും ഒന്നാമനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് there is a great pressure that is going on inside me. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില ഡിസബിലിറ്റി ഇല്ലേ? എല്ലാവർക്കും കണക്ക് തലയ്ക്കകത്ത് കയറത്തില്ല. എന്നാൽ പോലും കണക്കിൽ 100-ൽ 100 വാങ്ങിക്കണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കാറില്ലേ? എല്ലാവർക്കും സയൻസ് മനസ്സിലാകത്തില്ല, എന്നാലും സയൻസ് തന്നെ എടുക്കണം എന്ന് ഞാൻ ശാഠ്യം പിടിക്കാറില്ലേ? അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, there is a pressure that this child too is going through. ഇപ്പൊ രണ്ട് പ്രഷർ, ഒന്ന് ഫാമിലിയുടെ ഡിസ്ഫങ്ഷനാലിറ്റി, രണ്ട് ദൈവം തന്നെ അവൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഡിസബിലിറ്റി. മൂന്ന്, there is a difficult enemy that she has to fight with. വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിനോട് അവൾ പോരാടിയേ മതിയായി തീരത്തുള്ളൂ. പെനീന, അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഹന്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ടും എപ്പോഴും അവളെ വളരെ അധികമായിട്ട് പ്രയാസപ്പെടുത്തി. ഇതിൻ്റെ എല്ലാം ഒരു പരിണാമ ഫലം എന്തായിരുന്നു? വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, രാത്രി മുഴുവൻ ഹന്ന കരച്ചിലോടെ കരച്ചിലായിരുന്നു. ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു. ചില ഡിഫിക്കൽട്ടീസ് ഇറ്റ് മേക്സ് us humble, but some difficulties they destroy us. ചില പ്രതികൂല അവസ്ഥകൾ, ചില പ്രയാസങ്ങൾ നമ്മളെ കുറച്ചുകൂടെ വിനീതനായി തീർക്കുകയാണ്. എന്നാൽ ചില പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മളെ ആകെപ്പാടെ അങ്ങ് തകർക്കുകയാണ് ചെയ്യുന്നത്. ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്നയുടെ പേരിൻ്റെ അർത്ഥം ഫേവർ എന്നാണ്. ഫേവർ, അനുഗ്രഹം. പണ്ടത്തെ കാലത്ത് വേദപുസ്തകത്തിലെ എല്ലാ പേരുകളും എടുത്തു നോക്കിയാൽ ആ പേരുകൾക്ക് പുറകിൽ ഒരു അർത്ഥം കൊണ്ടേ ഇടത്തുള്ളൂ. ഒന്നുകിൽ ജനിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ കുഞ്ഞിതായി തീരും എന്നുള്ള ഒരു ആഗ്രഹം. എന്നാൽ അനുഗ്രഹം എന്ന് പറഞ്ഞ ഒരു പേരിന് ദൈവപിത അനുഗ്രഹം അവൾക്ക് നൽകിയിട്ടില്ല. ഈ അടുത്ത സമയത്ത് 2 അനുഭവങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദുബായ് ഇടവകയിലെ ഒരു ഫാമിലി, ജീതൻ, മെറി, ഇസബെൽ. എന്നാൽ ഇവർക്ക് ഒരു കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു, മിറിയൽ എന്ന് പറയുന്ന കുഞ്ഞ്. ഈ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്ക് മുൻപ് മിറിയൽ
ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്നലെ രാത്രി ജീതൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിരുന്നു. നാട്ടിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥന അവരുടെ വീട്ടിൽ ക്രമീകരിച്ചിരുന്നു. ജീതൻ്റെ വീട്ടിലെ ഈ പ്രാർത്ഥനയ്ക്ക് ഇന്നലെ ഞാൻ പോവുകയുണ്ടായി. എനിക്ക് ഭയങ്കര ഒരു ഭാരമായിരുന്നു. എന്താണ് പ്രസംഗിക്കേണ്ടത്, ഇവരോട് എന്താണ് ഞാൻ പറയേണ്ടത്? 5 വയസ്സ് മാത്രം കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ചു. വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടിയാണ് എന്തിവരോട് സംസാരിക്കണം, എന്തിവരോട് പറയണം എന്ന് ചിന്തിച്ച് ഞാൻ പോയത്. എന്നാൽ എൻ്റെ പ്രസംഗത്തിന് മുൻപ് ജീപ്പനോട് ഒരു 5 മിനിറ്റ് തൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ജീത്തന് ഒരു അവസരം കൊടുത്തു. ഈ അവസരം കൊടുത്തപ്പോൾ ഒരു 7-8 മിനിറ്റിൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും ആ രംഗവും എല്ലാം പറഞ്ഞപ്പോൾ ശരിക്കും ഇന്നലെ ജീതൻ ഞങ്ങളോടാണ് പ്രസംഗിച്ചത്. കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, we don't know whether this child will survive for a day, for a month, we don't know. എന്നാൽ ജീതൻ പറയുന്നത്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. 5 വർഷം ദൈവം തന്നു. ഓരോ ബർത്ത്ഡേയും ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അടുത്തത് കാണത്തില്ലല്ലോ എന്നുള്ള പ്രയാസത്തിലാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം കുഞ്ഞിനോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ബട്ട് ദിസ് വാസ് ദ ലാസ്റ്റ് ക്രിസ്മസ് that they celebrated together. നമ്മൾ പലപ്പോഴും വിചാരിക്കും 5 വയസ്സ് പ്രായം എന്ന് പറയുന്നത് അത് വളരെ ചുരുങ്ങിയ ഒരു പ്രായമാണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ലൈഫ്. കുഞ്ഞ് വളർന്നില്ല, കുഞ്ഞ് വലുതായി തീർന്നില്ല. എന്നാൽ അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, a small or a brief life is not an incomplete life. ദൈവം നൽകിയിരിക്കുന്ന ജീവിതം 2 മാസമെങ്കിൽ 2 മാസം, 5 വർഷമെങ്കിൽ 5 വർഷം, 10 വർഷമെങ്കിൽ 10 വർഷം, it is not an incomplete life because God there is no, ഒരു കാരണവശാലും ദൈവത്തിൻ്റെ പദ്ധതികൾ തെറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും തെറ്റത്തില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ജീപ്പൻ ഈ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയപ്പോൾ അവരുടെ കുടുംബം ദൈവത്തോട് കൂടുതൽ അടുത്തു. ഈ അടുത്ത സമയത്ത് തന്നെ വേറെ ഒരു മരണം കൂടെ ഉണ്ടായി. മരിച്ചത് വീട്ടിലെ അമ്മയാണ്. എന്നാൽ 1 വർഷത്തിന് മുൻപ്, 1 വർഷം പോലും ആയില്ല പൂർണ്ണമായി, ആ വീട്ടിലെ പിതാവും മരിച്ചു. 2 മക്കൾ. ഇന്നലത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു റിലേറ്റീവ്, അവർ നേരത്തെ ഇവിടെ ദുബായിൽ ഉണ്ടായിരുന്നവരാണ്, തിരിച്ച് നാട്ടിൽ പോയി. എന്നാൽ ഈ മരണം നടന്നവരുടെ ഒരു റിലേറ്റീവ് ഈ പ്രയറിലുണ്ടായിരുന്നു. ആ റിലേറ്റീവ് എന്നോട് പറഞ്ഞു, എന്നെ ഒരു മെസ്സേജ് കാണിച്ചു. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ മകൾക്ക് ഈ സഹോദരൻ ഒരു മെസ്സേജ് അയച്ചു, ദൈവത്തിൻ്റെ സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരിച്ച് ആ മകള് ഇവന് റിപ്ലൈ അയച്ചത്, പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് ഗോഡ് ടു മീ. ദൈവത്തെക്കുറിച്ച് നീ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട. I don't like to hear about it. 2 അനുഭവങ്ങൾ. തീർച്ചയായിട്ടും അപ്പനെയും അമ്മയും 1 വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിൻ്റെ വേദന അധികമാണ്. എന്നാൽ 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും അധികമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, when pressure comes on us, it is not natural to turn to God. ജീവിതത്തിൽ സംഘർഷവും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിലോട്ടൊന്ന് പോകുക എന്ന് പറയുന്നത് അത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു സംഭവമല്ല. യു ഹാവ് ടു ഇന്റൻഷനലി ഗോ ടു ഗോഡ്. ഇന്റൻഷനലി വി ഹാവ് ടു ഗോ ടു ഗോഡ്. ഹന്നയുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ, ഈ പ്രശ്നത്തിൽ കൂടിയൊക്കെ കടന്നുപോയപ്പോൾ ഹന്ന ദൈവത്തിൽ നിന്ന് മാറിപ്പോകുകയല്ല, പക്ഷേ ഇന്റൻഷനലി ദൈവ സന്നിധിയിലേക്ക് പോകുന്നതാണ് കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹന്നയുടെ പ്രാർത്ഥന നമ്മൾ സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഹന്നയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയിലും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഹന്നയുടെ പ്രാർത്ഥന നമുക്ക് പറയാം, ഇറ്റ് വാസ് പേഴ്സണൽ ആൻഡ് ഇറ്റ് വാസ് പ്രൈവറ്റ്. ഏലി പുരോഹിതൻ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നത് പോലും ഹന്നയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കണ്ടിട്ടില്ല. നേരെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് പ്രയർ. ഏലി പുരോഹിതനെ കണ്ടപ്പോൾ പുരോഹിതനോട് പറഞ്ഞില്ല, എന്നാൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമേ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ പ്രാർത്ഥിക്കട്ടെ. If there is anybody who is going through certain troubles, persecutions, problems, one thing that they need to do is nothing else but pray. That is the first thing that you need to do. But it doesn't happen naturally. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറി ചെന്ന് മുറി അടച്ചിട്ടിട്ട് നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥന കുറവുള്ള പ്രാർത്ഥന എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് ഒരു വലിയ സത്യം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദ ഹാർട്ട് ഓഫ് പ്രയർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പോസ്ചർ ഓഫ് യുവർ പ്രയർ. നിന്റെ പ്രാർത്ഥനയുടെ ഹൃദയം, നിന്റെ പ്രാർത്ഥനയിൽ നീ ചെയ്യുന്നതായിട്ടുള്ള പോസ്ചറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നീ മറന്നു പോകരുത്. ഹന്നയുടെ പ്രാർത്ഥന നമ്മളോട് പഠിപ്പിക്കുന്നത്, ഇറ്റ് വാസ് നോട്ട് ദ പോസ്ചർ ഓഫ് അവർ പ്രയർ. അവളുടെ പോസ്ചർ ശരിയല്ലായിരുന്നു, അവളുടെ ഇരിപ്പ് ശരിയല്ലായിരുന്നു, അവളുടെ സംസാരം ശരിയല്ലായിരുന്നു, അവളുടെ പറഞ്ഞ പ്രാർത്ഥനകൾ ശരിയല്ലായിരുന്നു. കാരണം ഏലി പുരോഹിതൻ പറയുന്നു, എനിക്ക് തോന്നുന്നല്ലോ നീ മദ്യപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ nothing was right. Her posture was not right, her song was not right, nothing was right. But one thing was right, and that her heart was right. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ ഹൃദയം ഈ പറയുന്നതായിട്ടുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ പോസ്ചേഴ്സ് മാത്രമാണോ ഇന്ന് ഞാൻ നടത്തുന്നത്, അതോ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം ദൈവത്തോട് ഒപ്പമാണോ? ഹർ പ്രയർ, ഇറ്റ് വാസ് പ്രൈവറ്റ് ആൻഡ് ഇറ്റ് വാസ് പേഴ്സണൽ. രണ്ട്, അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇറ്റ് വാസ് പർപ്പസ്ഫുൾ. അവൾക്ക് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവമേ, എനിക്ക് എൻ്റെ ഉദരം നീയാണ് അടച്ചിരിക്കുന്നത്, ഈ ഉദരം നിനക്കല്ലാതെ വേറെ ആർക്കും തുറക്കുവാനായിട്ട് സാധ്യമായി തീരത്തില്ല. ചോദിപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഇറ്റ്. സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ് ഇറ്റ്. നോക്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഓപ്പൺഡ് അൺടു യു. പർപ്പസോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന? പർപ്പസോടുകൂടിയ പ്രാർത്ഥനകൾ മാത്രമേ ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളായി മാറത്തുള്ളൂ. ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു, അത് ഈ ഉദ്ദേശമായിരുന്നു. ഈ വേദപുസ്തകത്തിൽ ഇത്തരത്തിലെ സന്ദർഭങ്ങൾ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എപ്പോഴും അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആഗമന കാലത്ത് യോഹന്നാൻ സ്നാപകൻ്റെ ഒക്കെയും സക്കറിയ പുരോഹിതനും എലിസബത്ത് കൊച്ചമ്മയ്ക്കും ഒരു മകനെ നൽകുന്ന ആ ഭാഗമൊക്കെയും എപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ എനിക്കറിയാം, നാളുകളായി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ദമ്പതികളുണ്ട്. എന്നാൽ അവർക്ക് അതിൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഇവിടെ ഇത്രയും പ്രായമായിരിക്കുന്ന ഒരാൾക്ക് കുഞ്ഞിനെ ലഭ്യമായി തീരുമ്പോൾ അവർ കടന്നു പോകുന്ന ഒരു സംഘർഷം എനിക്കറിയാം. ഞാൻ എൻ്റെ പട്ടത്ത ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ശുശ്രൂഷ തുടങ്ങിയത് കറുൾവാഗ് ഇടവകയിലാണ്. എൻ്റെ ആദ്യത്തെ ക്രിസ്മസിനോട് ചേർന്നുള്ള ആ ദിനങ്ങളിലെ ഈ യോഹന്നാൻ സ്നാപകൻ്റെ ജനനവുമായിട്ടുള്ള പ്രസംഗമാണ്. അപ്പോൾ എൻ്റെ പ്രസംഗ വിഷയം മരുഭൂമിയെ പച്ച പുൽപ്പുറങ്ങളാക്കുന്ന ദൈവം, a God who transformed desert into green land. അതായിരുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം. പ്രസംഗമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി.
എന്നാൽ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഇടവകയിലുള്ള ജോൺസൺ എന്ന് പറയുന്ന ഒരു അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ആയിട്ടാണ് അവിടെ ശുശ്രൂഷ ചെയ്തത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, വികാരിയായിരിക്കുന്ന മോനി മാത്യു അച്ഛൻ ഞാൻ വിളിച്ചു. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം, അച്ഛനും വരണം. ഞാൻ മോനി അച്ഛനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛാ ഇങ്ങനെ ഒരു വിളി വന്നു. ഇപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് അച്ഛാ വിഷയം? അച്ഛൻ പറഞ്ഞു, വിഷയമൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളോട് അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ 2 പേര് മാത്രം മതി, വേറെ ആരും കൂടെ വേണ്ട എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഈ ജോൺസൺ അങ്കിളുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മുടെ നോർമൽ ഡയലോഗുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ആൻറ്റി പൊട്ടിത്തെറിച്ച് ഒരു ഭയങ്കര കണ്ണുനീരോടും വിഷമത്തോടുകൂടെ എന്നോട് പറഞ്ഞു, അച്ഛാ 4 മാസം മുൻപേ ചെയ്ത പ്രസംഗം അച്ഛന് ഓർമ്മയുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞു, ഏത് പ്രസംഗമാണ്? അപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മരുഭൂമിയെ പച്ചപ്പുൽപ്പുറങ്ങളാക്കുന്നു. അച്ഛൻ ആ മരുഭൂമിയെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് വിവരിക്കുകയായിരുന്നു. എന്നാൽ ഈ മരുഭൂമിയെ വിവരിച്ചപ്പോൾ അച്ഛൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ, ഇതുപോലത്തേതായിട്ടുള്ള ആളുകൾ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്, ഇതൊരു നിമിഷമെങ്കിലും അച്ഛൻ ചിന്തിച്ചോ? ഞാൻ അവിടെ ഇരുന്ന് ഉരുകുകയായിരുന്നു, ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ, ആരെങ്കിലും ചെന്ന് ഈ അച്ഛനോടൊന്ന് പറ, മതി, നിർത്ത്, ഇനി പ്രസംഗിക്കട്ടെ. എന്നാൽ ഈ ആൻറ്റി തന്നെ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ, നീ എനിക്ക് ഒരു ഉത്തരം നൽകണം. എന്നുവെച്ചാൽ നിങ്ങളെ 2 പേരെയും ഞങ്ങളിവിടെ വിളിപ്പിച്ചത് ഏകദേശം 16-17 സംവത്സരങ്ങൾ കഴിഞ്ഞ് ഈ പറയുന്നതായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന അങ്കിളുടെ കുടുംബത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകി. ആ കുഞ്ഞിൻ്റെ വിശുദ്ധ മാമോദീസ ശുശ്രൂഷയും അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ആ കുഞ്ഞിന് പ്രാർത്ഥന എന്ന പേര് ഇട്ടു. Prayer, when it is purposeful. ചിലപ്പോൾ ചില വേദനയുടെ അനുഭവത്തിലായിരിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് ഞാൻ നോക്കുന്നത്. എന്നാൽ prayer, when it is purposeful, it becomes powerful. ഹന്നാന്റെ പ്രാർത്ഥന, it was private, it was personal, it was purposeful. പർപ്പസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന പവർഫുൾ ആയിരുന്നു. കേട്ട പട്ടക്കാരൻ പോലും പറഞ്ഞു, നീ സമാധാനത്തോടെ പോ, നിന്റെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസമുണ്ട്, ഇതുവരെ ഞാൻ കണ്ടവരാരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, നീ ബോധത്തോടുകൂടി അല്ല നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ആ ചിന്തയ്ക്ക് ഒരു തെറ്റുമില്ല. ബോധമെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹന്ന നിൽക്കുന്നത്. എന്നാൽ ആ പട്ടക്കാരൻ ഹന്നയോട് സംവാദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, യുഗോ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഹന്നയെ കുറിച്ച് ഇവിടെ പറയുന്നത്, അവൾ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു, നല്ല ഭർത്താവായിരുന്നു. അവൻ ചെന്ന് കഴിക്കാൻ കൊടുത്തിട്ട് പറയുന്നത്, 10 ഭർത്താക്കന്മാരെക്കാൾ നല്ലവനല്ലേ ഞാൻ, 10 മക്കളേക്കാൾ നല്ലതല്ലേ ഞാൻ, ആം ഐ നോട്ട് ഗുഡ്, ഞാൻ ഇത്ര നല്ലവനല്ലേ? കൊടുത്തു. അവൾ കഴിച്ചെന്നാണ് എൻ്റെ അത് പറയുന്നത്. എന്നാൽ ചില വേദ പണ്ഡിതന്മാർ പറയുന്നത്, ഈ പെണ്ണിനായെ കൊണ്ടോ കഷ്ടമാണ്, ഇവൻ്റെ ഈ വർത്തമാനം നിർത്താൻ വേണ്ടിയിട്ട് ഞാനങ്ങ് കഴിക്കുകയാണ്. 2 കഴിക്കുന്നത് പറയുന്നുണ്ട്. ഒന്ന്, ഏൽക്കാന ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ്, 2 ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് എന്ന് കഴിക്കുന്നു എന്ന് പറയുന്നു. ഈ 2 ടോൺ ഈസ് ഡിഫറെൻറ്റ്. അവളുടെ സാഹചര്യം മാറിയിട്ടില്ല. ഓർത്തോണം, ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവൾ എവിടെ എഴുന്നേൽക്കുന്നതായിട്ടുള്ള സമയത്ത് ഹർ സിറ്റുവേഷൻ ഹാസ് നോട്ട് ചേഞ്ച്ഡ്, ബട്ട് ഹർ ഡിസ്പൊസിഷൻ ഹാസ് ചേഞ്ച്ഡ്. അവളുടെ സാഹചര്യം മാറിയിട്ടില്ല,
പക്ഷെങ്കിൽ ഇതിനോടുള്ള ഒരു വീക്ഷണം, ഇതിനോടുള്ള ഒരു കാഴ്ചപ്പാട് അത് അവളുടെ മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ആർക്കെങ്കിലും ദോഷം വരുന്നോ എന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അവൾ പറയേണ്ടതല്ലേ, ദൈവമേ ഇവളെ ഒന്ന്, അവളുടെ നാവ് ഒന്ന് അടയ്ക്ക്, അവൾക്കൊരു വീഴ്ച ഉണ്ടാകട്ടെ, അവർക്കൊരു തലവേദന ഉണ്ടാകട്ടെ. അങ്ങനെ ഒന്നും വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല. നോട്ട് എ സിംഗിൾ പ്രെയർ ലൈക്ക് ദാറ്റ് പ്രെയർ. പക്ഷെ അറിഞ്ഞോ അറിയാതെ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ അങ്ങനെ ആകാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് എന്നെ അത് പഠിപ്പിച്ചത്. ഞാൻ ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജസ്ഥാനിൽ 2 സ്കൂളിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അന്ന് എനിക്ക് അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. എന്നാൽ ആ വണ്ടി വിൽക്കേണ്ട ഒരാവശ്യം വന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു ആ വണ്ടി. അപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് അവിടെ ഉള്ള ഒരു സ്ഥലമാണ് രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലം, ആഗ്രയ്ക്ക് അടുത്താണ്. അപ്പോൾ തണുപ്പിൻ്റെ സമയത്ത് ഒരു 10-20 ദിവസം അവധിയാണ്. അപ്പോൾ ആ അവധിയിൽ ഞാൻ വിചാരിച്ചു ഈ വണ്ടി കൊണ്ടുപോയി വീട്ടിൽ കൊടുത്ത് ട്രെയിനിൽ കയറി തിരിച്ചു വരാം. അപ്പോൾ അഭിമന്യ തിരുമേനിയോട് പെർമിഷൻ എടുത്തു. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകേണ്ടതുകൊണ്ട് തന്നെ സ്കൂളിലെ ഒരു ബസ്സിൻ്റെ ഡ്രൈവറിനോടും പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം, ഈ വണ്ടി അവിടെ കൊണ്ടാക്കണം, തിരിച്ച് നമുക്ക് ട്രെയിനിൽ വരാം. അങ്ങനെ ഫത്തേ എന്ന് പറയുന്ന ഡ്രൈവറാണ് എന്നോടൊപ്പം വരാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ പോകുന്നതിൻ്റെ തലേ രാത്രി ഞാൻ ഈ ഫത്തയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫത്തേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നാളത്തെ ദിവസം മഞ്ഞൊന്നും ഉണ്ടാകാതെ നമുക്കൊരു 4 മണിയാകുമ്പോൾ തന്നെ നമുക്ക് പോകാൻ ഇടയായി തീരട്ടെ. ലെറ്റ് ഇറ്റ് ബി പോസിബിൾ ഫോർ അസ് ടു സ്റ്റാർട്ട് ദ ജേർണി ഫ്രം 4 o'clock. എന്നാൽ ഞാനിത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഫാദർ ആസി ദുആ മത് മാംഗ്ന, ഇങ്ങനത്തെ പ്രാർത്ഥന ദയവ് ചെയ്ത് പ്രാർത്ഥിക്കല്ലേ. അപ്പം എനിക്ക് മനസ്സിലായില്ല. കാരണം മഞ്ഞില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാം. മഞ്ഞ് ഭയങ്കരമാണ്, ഏകദേശം 0% വിസിബിലിറ്റി, നമുക്ക് തൊട്ടടുത്ത് കാണത്തില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഫാദർ ആസി ദുആ മത് മാംഗ്ന. അവൻ പറഞ്ഞു, എത്ര മഞ്ഞുണ്ടായാലും കുഴപ്പമില്ല, ഞാനല്ലേ ഓടിക്കുന്നത്, ഞാൻ ഓടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥിക്കലെന്ന്? അപ്പോൾ അവിടെ ഗോതമ്പ് കൃഷിയുണ്ട്. ഈ കൃഷിയെക്കുറിച്ചൊക്കെ വലിയ അറിയാൻ വയ്യാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നോളജ് ഇല്ല. എന്നാൽ അവൻ പറഞ്ഞത്, ഈ ഫത്തേ പറഞ്ഞു, മഞ്ഞ് എത്ര കൂടുതലുണ്ടോ അത്രയും അധികം വിളവായിരിക്കും ഞങ്ങൾക്ക് ഗോതമ്പിൽ കിട്ടുന്നത്. അതുകൊണ്ട് അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ കൂടുതൽ മഞ്ഞുണ്ടാകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാം. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ മഞ്ഞില്ലാതെ എനിക്ക് പെട്ടെന്ന് വേഗത്തിൽ വീട്ടിലെത്തുവാത്ത കോണം ഇടയായി തീരണമേ. ആരെയും പ്രയാസപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കാത്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ എന്നാൽ പോലും ഫത്തേ എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹം എന്നെ പഠിപ്പിച്ചു, എൻ്റെ പ്രാർത്ഥനയിൽ മറ്റാരെയും ഒരു തരത്തിൽ പോലും വേദനപ്പെടുത്തുവാത്ത കോണം ദൈവമേ ഇടയായി തീരല്ലേ എന്നും എന്നെ പഠിപ്പിച്ചു. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രഷർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഡു ഐ ട്രസ്റ്റ് ദിസ് ലോർഡ് ഇൻ ദ ഗുഡ് ആൻഡ് ദ ബാഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ നല്ലതിലും എൻ്റെ ജീവിതത്തിലെ തീയതിലും എനിക്ക് ദൈവത്തെ വിശ്വസിക്കാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? 2, പ്രാർത്ഥനയിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ദൈവത്തിന് എല്ലാം പറയാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? ഞാൻ വായിച്ച ഒരു സ്ഥലത്ത്, നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ജീനിയസ് എന്ന് പറയുന്നത് 1% ഇൻസ്പിറേഷൻ, 99% പെർസ്പിറേഷൻ. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനോട് ചേർന്ന് ഒരു വാചകം കൂടെ ഞാൻ വായിച്ചു. അവിടെ പറയുന്നത്, പ്രേയർ ഈസ് 1% ഇൻസിസ്റ്റൻസ്, 99% പെർസിസ്റ്റൻസ്. നമ്മൾ തിരിച്ചാണ്, 99% ഇൻസിസ്റ്റൻസും 1% ആണ് നമ്മുടെ പെർസിസ്റ്റൻസ്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 1% ഇൻസിസ്റ്റൻസ് but 99% persistence. Knock and it will be opened unto you. എന്നാൽ ഇത് അത്രയും കാത്തിരിപ്പ് നമുക്ക് ആർക്കും പറ്റുന്നില്ല. അത്രയും ആരും കാത്തിരിക്കുവാൻ തന്നെയാണ് നമ്മൾ തയ്യാറുമല്ല. എന്നാൽ ഹന്ന നമ്മളോട് പറയുന്നു, knock
ഇറ്റ് ഇസ് പെർസിസ്റ്റന്റ് പ്രയർ ദാറ്റ് ബ്രിങ്സ് ഇൻ ആൻ ആൻസർ. മൂന്നാമത് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് പ്രൈസ്, സ്തോത്രം. പ്രഷർ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രഷർ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെ മാർഗമാണ്. പ്രാർത്ഥനയുടെ മാർഗത്തിൽ കൂടെ ദൈവം എനിക്ക് നൽകുന്നതായിട്ടുള്ള ഉത്തരം അത് നല്ലതെങ്കിലും തീയതെങ്കിലും നാവിൽ നിന്ന് വരേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്തോത്രമാണ്. എപ്പോഴാണ് ഈ സ്തോത്രം എൻ്റെ നാവിൽ നിന്ന് വരാൻ ഇടയായിത്തീരുന്നത്? ഐ നീഡ് ടു ഹാവ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ്. എന്താണ് പെർസ്പെക്റ്റീവ്? എന്ത് കാഴ്ചപ്പാടാണ്? ഗോഡ് ഈസ് ദ ഗിവർ ഓഫ് ഓൾ തിങ്സ്. ദൈവമാണ് എനിക്ക് എല്ലാം നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉള്ളുമ്പോഴാണ് എനിക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ ഇടയായിത്തീരുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അത് നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു. എല്ലാ സമ്പാദികളും ഉണ്ടായിരുന്ന ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, നഗ്നനായി ഞാൻ ഇതാ വന്നിരിക്കുന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ വന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വായിൽ നിന്ന് വന്നതായിട്ടുള്ള വാക്കുകൾ, സ്വന്തം ഭാര്യ പോലും പറഞ്ഞു മതിയാക്ക്. അങ്ങനെ പറഞ്ഞപ്പോൾ ഭാര്യയോട് വിളിച്ചത് നീ പൊട്ടിയെന്നുള്ളി സംസാരിക്കല്ലേ എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പൊട്ടന്മാരെ പോലെ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. എന്നാൽ ജീവിതത്തിലെ ലഭ്യമായി തീർന്നത് എല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് ഞാൻ കാണുമ്പോഴാണ് ആ പെർസ്പെക്റ്റീവ് റൈറ്റ് ആകുന്നത്. ഒരു വർഷമെങ്കിൽ ഞാൻ പരാമർശിച്ച ജീത്തന്റെ കുടുംബം ഒത്തിരി കംപ്ലൈൻറ്റ് പറയാൻ അവർക്കുണ്ട്, ഒത്തിരി മർമർ ചെയ്യാൻ അവർക്കുണ്ട്, ഒത്തിരി ഗ്രംബ്ലിങ്സ് അവർക്കുണ്ട്. അതൊക്കെയും അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെങ്കിൽ സന്തോഷത്തോടെ ദൈവം തന്നതിനെ സ്വീകരിപ്പാൻ, കാരണം ദൈവം ആണ് ഇത് തന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് പോലും ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവ് ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29:12 മുതൽ, ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി ആകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആര്? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. നിന്റെ കയ്യിൽ നിന്നല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. Whatever I have received in my life, oh Lord, everything is from you. ഈ ഒരു ബോധ്യമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. എൻ്റെ പ്രശ്നങ്ങളുടെ, എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ, എൻ്റെ സംഘർഷവും എല്ലാം ദൈവം തന്നതാണ്. എന്നാൽ ദൈവം തന്നതുകൊണ്ട് തന്നെ എന്നെ നടത്തുവാൻ തക്കോളം ഈ ദൈവം ശക്തി നൽകും എന്നുള്ള വലിയ ബോധ്യം. ഈ കാഴ്ചപ്പാട് നല്ലതാണ്. പക്ഷെ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും? എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ സ്തോത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഈ ഹന്ന നമ്മളോട് പറയുകയാണ്, ഇഫ് യു വാണ്ട് ടു പ്രാക്ടീസ് പ്രൈസ് ഇൻ യുവർ ലൈഫ്, യു നീഡ് ടു സീ ഗോഡ്സ് ലേബിൾ ഓൺ എവറിത്തിങ്. ഗോഡ്സ് ലേബിൾ ഓൺ എവറിത്തിങ്. ശമൂവേൽ ബാലനെ യാഗമായി അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ യാഗം അർപ്പിച്ച വസ്തുക്കൾ എന്ന് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അവരവിടെ അർപ്പിച്ചത് എന്ന് അവർക്ക് കൊടുത്തത് 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവർ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ഈ കൊടുത്തത് നമ്മൾ നോക്കുമ്പോൾ എത്രയുമായിരുന്നു കൊടുക്കേണ്ടത്, എത്രയും കൊടുത്തു എന്നതിലൊരു വലിയ വ്യത്യാസമുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച്, അവരുടെ രീതികൾ അനുസരിച്ച് ചില അളവുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ്
ഇത് അർപ്പിക്കേണ്ടത്, ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ അപ്പുറമാണ് ഈ പറയുന്നതായിട്ടുള്ള ഹന്നയും എൽക്കാനയും കൊണ്ടുപോയത്. അതറിയണമെന്നുണ്ടെങ്കിൽ സംഖ്യാപുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ അവിടെ പറയുന്നുണ്ട്, നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനയാഗം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹനനയാഗത്തിനാകട്ടെ ഒരു കാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ കിടാവിനോട് കൂടെ 1/2 ഹീൻ എണ്ണ ചേർത്ത് 3 ഇടങ്ങഴി മാവ് ഭോജനയാഗമായിട്ട് അർപ്പിക്കണം. നിന്റെ പാനീയയാഗവും 1/2 വീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗമായി അർപ്പിക്കണം. എന്നാൽ ഇവിടെ എത്രയധികമാണ് നൽകിയിരുന്നത്? പറഞ്ഞത് ഇത്രയുമാണ്. എന്നാൽ പറഞ്ഞതിൽ നിന്ന് അധികമായി നൽകുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമാണ്, whenever she saw Samuel, ഹന്ന എപ്പോഴൊക്കെ ശമൂവേലിനെ കണ്ടിട്ടുണ്ടോ, she saw a label on his head. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, do you have a label on your head? ഉണ്ടോ? Do you have a label on your head? ഉണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈപോക്കുക. തിരിഞ്ഞ അപ്പനെ അമ്മയോട് ചോദിക്കുക, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചപ്പോൾ did you see a label on your head? ഉണ്ടോ? Do you have a label? No, you don't have a label. ഉണ്ടോ? Do you have a label? ഉണ്ടോ? ഈ ദുബായ് പള്ളിയിൽ 2 സൺഡേ സ്കൂൾ നടക്കാറുണ്ട്. അപ്പോൾ ആ 2 സൺഡേ സ്കൂളിൽ ഒരു സൺഡേ സ്കൂൾ നടക്കുന്ന ദുബായ് ഗിസൈസിൽ ദുബായ് സ്കോളേഴ്സ് സ്കൂളിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ ഓഡിറ്റോറിയമാണ് ഇതുപോലെ. അപ്പോൾ കഴിഞ്ഞ വർഷം സൺഡേ സ്കൂളിൻ്റെ ഇനോഗ്രൽ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുന്നതായിട്ടുള്ള ദിവസം ഇതുപോലെ ഒരു താൽക്കാലിക ഒരു മദ്ബഹ ഒക്കെ തയ്യാറാക്കി ഒരു ആരാധന കഴിഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുഞ്ഞിനോടൊരു ചോദ്യം ചോദിച്ചു. ആരാധന തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് തൊട്ടേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ചില കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഡു യു ഫൈൻഡ് എനിത്തിങ് ഡിഫറെൻറ്റ് ഇൻ മീ ദ മോമെൻറ്റ് ഐ കെയിം ഓവർ ഹിയർ ആൻഡ് റൈറ്റ് നൗ വെൻ ഐ എം സ്റ്റാൻഡിങ്, ഡു യു ഫൈൻഡ് എനി ഡിഫറൻസ് ഇൻ മീ? അപ്പം അവർ പറഞ്ഞു, അച്ഛൻ മുടി ഇങ്ങോട്ടാക്കി, അച്ഛൻ വാച്ച് മാറ്റി കെട്ടി. ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല. അപ്പോൾ അതിൽ ഒരു കുഞ്ഞ് പറഞ്ഞു, there is a difference, അച്ഛൻ. When you came, you were wearing shoes, but now you are not wearing shoes. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, why? ഇന്നലെ വരെ ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ നിന്നപ്പോൾ ഞാൻ ഷൂ ഇട്ടുകൊണ്ടാണ് നിന്നത്. പക്ഷേ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂ മാറ്റി. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, now there is a cross, there are candles, and so you removed. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നെറ്റിയിൽ കുരിശുണ്ടോ? Is there a cross on your head? Where is it? Show me. Who put that cross on your head? Huh? God? God put that on you? Huh? Priest. എപ്പോഴാണ് വെച്ചത്? വെരി ഗുഡ്. ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരുടെയും തലയിൽ ഒരു ലേബലുണ്ട്. എപ്പോഴാണ് ആ ലേബൽ? സൈത്ത് കൊണ്ടും വിശുദ്ധ മൂലം കൊണ്ടും വരച്ചതായിട്ടുള്ള ഒരു ലേബൽ. എന്താണ് ഈ ലേബലിന്റെ അർത്ഥം? That you are sealed. സൈത്ത് കൊണ്ട് പൂശുന്നതായിട്ടുള്ള സമയത്ത് നിന്നെ മുദ്ര കുത്തിയിരിക്കുകയാണ്. വിശുദ്ധ മൂലം കൊണ്ട് ഇതാ ലേബൽ ചെയ്തിരിക്കുമ്പോൾ പുരോഹിതന്മാർക്കും പട്ടക്കാർക്കും രാജാക്കന്മാർക്കും മാത്രം ലഭ്യമായി തീർന്ന ആ ഒരു വലിയ പദവിയിലേക്ക് ഇതാ സഭ നിന്നെ വിളിച്ച് മാറ്റിയിരിക്കുകയാണ്. Henceforth, since this label is there on your head, you need to live as a priest, you need to live as a prophet, you need to live as a king. ഒരു പ്രവാചക ദൗത്യം നീ ഈ ലോകത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഒരു പുരോഹിതനായി നീ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ്. ഒരു രാജാവിനെ പോലെ നീതിയോടെ നീ ആയിരിക്കുന്നതായിട്ടുള്ള ഇടത്ത് നീ ആയിരിക്കേണ്ടതാണ്. ദാറ്റ് ലേബൽ ഈസ് ദെയർ. ഇന്ന് ഈ ലേബൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു സീ? നമ്മൾ ഈ ലേബൽ കണ്ടെങ്കിൽ മാത്രമേ തിരിച്ച് ദൈവത്തിന്
നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഇടയായി തീരത്തുള്ളൂ. എല്ലാവർക്കും നല്ല അച്ഛന്മാരെ വേണം. എല്ലാ പള്ളിയിലും നല്ല അച്ഛന്മാരെ വേണം. ഞാൻ കഴിഞ്ഞ ദിവസം ഷാർജ പള്ളിയിൽ ഒരു പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, അവിടെ ശുശ്രൂഷ ചെയ്ത മാത്യു എബ്രഹാം അച്ഛൻ റാന്നി കനകപ്പല്ലത്തിൽ നിന്നാണ്. അസിസ്റ്റന്റ് വികാരി ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും അച്ഛൻ്റെ സ്വദേശം മാവേലിക്കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അച്ഛന്മാരെ വേണം. എന്നാൽ ഈ കനകപ്പല്ലത്തും മാവേലിക്കരയിലും ഈ ബറോഡയിലും പോയതുകൊണ്ടാണ് ഇതുപോലത്തെ അച്ഛന്മാരെ കിട്ടിയത്. നല്ല അച്ഛന്മാരെ വേണമെങ്കിൽ ഈ പറയുന്ന ദുബൈയുടെയും അബുദാബിയുടെയും ഷാർജയുടെയും ഏറ്റവും ഉന്നതമായ സ്കൂളുകളിൽ പഠിച്ച് നല്ല കോളേജുകളിൽ പഠിച്ച് അങ്ങനത്തെ ആളുകൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ നല്ല അച്ഛന്മാരെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള അച്ഛന്മാരെ പോലെ അച്ഛന്മാരെ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ എപ്പോഴാണ് ഇത് സാധ്യമായി തീരുന്നത്? When I see that in my son there is a label that God has put and the best has to be given to the Lord. ദൈവത്തിന് ഏറ്റവും മെച്ചമായത് ഞാൻ ദൈവത്തിന് തിരികെ കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. പ്രഷർ. We all go through different kinds of pressure. Pressure that is outside, pressure that is inside. നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യുകയാണോ അതോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയാണോ? പ്രയർ, പ്രാർത്ഥന. ഹന്നയുടെ പ്രാർത്ഥന പറയുന്നത് ഇറ്റ് വാസ് പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ്, ഇറ്റ് വാസ് പർപ്പസ്ഫുൾ ആൻഡ് സോ ഇറ്റ് വാസ് പവർഫുൾ. എന്നാൽ പവർഫുള്ളായി കഴിയുമ്പോൾ പ്രൈസ്, സ്തുതി എൻ്റെ നാവിൽ നിന്ന് വരണം. അതെപ്പോൾ ഇടയായിത്തീരും? when I have the right perspective. എന്താണ് പെർസ്പെക്റ്റീവ്? God is the giver of all things. ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സ്തോത്രം, നന്ദി, സ്തുതി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാക്ടീസായി മാറും? when I see God's label on everything. അത് കാണുവാൻ ദൈവം നമുക്കിടയാകട്ടെ. നമുക്കും ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ എന്ത് പ്രശ്നമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ആണെങ്കിൽ അതിനെയൊക്കെയും അതിജീവിപ്പാതക്കോണം തമ്പുരാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ അഭിമന്യ തിരുമേനിയോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഇതിൻ്റെ ചുമതലക്കാരോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അതിമനോഹരമായി അച്ഛൻ 3 ഈ കാലത്തിൻ്റെ പ്രത്യേകതകളെ ഓർമ്മപ്പെടുത്തി ഹന്നയുടെ ജീവിതത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ജീവിതത്തിൽ പ്രഷറില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതുണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ 5 വയസ്സുകാരൻ ഉൾപ്പെടെ ഇന്ന് പ്രായമായവർ വരെയും അത്തരത്തിൽ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് ദൈവത്തെ ആരാധിക്കുന്ന തരത്തിലുള്ള പ്രീസ് എന്ന് പറയാനായിട്ടിടയായി.